വിശുദ്ധയിലേറെ സ്നേഹമുള്ളവരെ, വചനവെയിലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 24 അധ്യായം 23 മുതലുള്ള തിരുവചനം. ദൈവദൂഷണം പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിയണമെന്ന് മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. മോശയോട് കർത്താവ് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ ജനം പ്രവർത്തിച്ചു. ദൈവദൂഷണത്തിൻ്റെ മേഖലയെപ്പറ്റിയുള്ള വളരെ വ്യക്തമായ ചില പ്രബോധനങ്ങളാണ് കർത്താവ് നൽകുന്നത്. ദൈവദൂഷണം പറയുന്നവനെ പുറത്തേക്ക് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്നുള്ള ഒരു നിയമം. എന്തുകൊണ്ടാണ് ദൈവദൂഷണത്തിൻ്റെ നിയമങ്ങൾ ഇത്രമാത്രം ശക്തമായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവദൂഷണം കർത്താവ് എന്നും വെറുക്കുന്ന ഒരു മാരക പാപം തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്കെതിരായി, ദൈവീക സത്യങ്ങൾക്കെതിരായി ഒരാൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ വ്യക്തി ആ ആരാധനാ സമൂഹത്തിൽ നിലനിൽക്കാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. കാരണം ദൈവത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ സ്വഭാവത്തിനും എതിരായിട്ടുള്ള ചിന്തകൾ ഒരാൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് ഏറെ അരോചകമായൊരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം വിശ്വാസത്തിൻ്റെ മേഖലയിൽ നമ്മൾ ആരെയെങ്കിലും വഴിപിഴപ്പിച്ചാൽ അത് തീർച്ചയായും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. വിശ്വാസത്തിൻ്റെ മേഖല തകർന്നു പോകുവാൻ പാടില്ല. വിശ്വാസത്തിൻ്റെ മേഖലയിൽ ആഴമായ ബോധ്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവികമായ തലത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് വചനം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരു വ്യക്തി വിശ്വാസം സ്വീകരിക്കുന്നതിന് പിന്നിൽ അനേകം ആളുകളുടെ പ്രാർത്ഥനയും ത്യാഗവുമുണ്ട്. ഇവിടുത്തെ പുറപ്പാട് സംഭവത്തിൽ തന്നെ മോശ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ച വേദനകളും അദ്ദേഹം എടുത്ത പരിഹാര പ്രവർത്തനങ്ങളും സമർപ്പണവുമൊക്കെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ച ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്. അപ്പോൾ അതിനെതിരായി ഒരാൾ പ്രവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യൻ കൊടുത്ത സമർപ്പണത്തിനെതിരെയാണ് ആ വ്യക്തി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം അത് ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു തെറ്റല്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ നാം ആരെയും വഴിപിഴപ്പിക്കുവാനോ ദൈവദൂഷണം പറഞ്ഞു വരുത്തുവാനോ പാടില്ല. കാരണം അനേകം ആളുകളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെയാണ് ഒരു വിശ്വാസിയുടെ വളർച്ചയ്ക്ക് പിന്നിലുള്ളത്. അതിനെ കണ്ണടച്ചിരുട്ടാക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്ന അനുസരിച്ചാണ് ഓരോ ദൈവീക സത്യങ്ങളും പുറത്തേക്ക് വരുന്നത്. ആ ദൈവീക സത്യങ്ങൾ യഥാതഥം ചെയ്യുവാനും ചെയ്തു തീർക്കുവാനായിട്ടും നമ്മെ ഓരോരുത്തരെയും ദൈവം ഓരോ നിയോഗങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ വ്യക്തികളിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ദൈവികമായ കാര്യങ്ങളെപ്പറ്റിയുള്ള പ്രബോധനങ്ങൾ നൽകപ്പെടുമ്പോൾ അതൊരിക്കലും നാം തിരസ്കരിക്കുവാനായിട്ട് പാടില്ല എന്ന് വചനം ഓർപ്പിക്കുകയാണ്. അവരെ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ, പ്രത്യേകിച്ച് നാമും എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ കൂട്ടായ്മയിൽ ദൈവികതയ്ക്കെതിരായ ഒരാൾ സംസാരിച്ചാൽ തീർച്ചയായും ആ വ്യക്തിയുമായിട്ടുള്ള സംസർഗത്തിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടതാണ്. കാരണം അത്തരത്തിലുള്ള സംഭാഷണങ്ങളും ആശയങ്ങളുമൊക്കെ നമ്മെ ഒരു തെറ്റായ ചിന്താരീതിയിലേക്ക് കൊണ്ടുപോകും. നാം വായിക്കുന്ന പുസ്തകങ്ങൾ, നാം കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദൈവികതയ്ക്കെതിരാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിക്കുകയും വിശ്വാസത്തിൻ്റെ മേഖലയിൽ വഴിപിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാം കാണുകയും അതിനാണ് നാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവദൂഷണം, നമുക്കറിയാത്ത കാര്യങ്ങളെപ്പറ്റി നാം ഒരിക്കലും, പ്രത്യേകിച്ച് ദൈവിക കാര്യങ്ങളിൽ നാം അഭിപ്രായം പറയുകയോ പ്രബോധനപരമായി സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വചനം ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.